കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നതാ നമ്മുടെ സനക്കുട്ടിയും വെച്ചുകൊണ്ടാണ് ഇൻട്രോ പറയണത്. സനക്കുട്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണെന്തെന്നറിയോ? സനക്കുട്ടിയുടെ ഡെയിലി രാവിലെ തുടങ്ങണമെന്ന് വെച്ചാൽ അത് ഹെൽമെറ്റ് ഒക്കെ എടുത്ത് വെച്ചേക്കും. നിസ്സാറൊക്കെ ഇങ്ങനെ കൊണ്ട് കറങ്ങണം. അപ്പൊ അതൊരു ചിട്ടയായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടാ. കണ്ട അതൊക്കെ വെച്ചിട്ട് നമുക്ക് പോവാന്നാണ് പറയണത്. ഒന്ന് വെച്ച് കാണിച്ചു കൊടുത്തേ ഹെൽമെറ്റ് എങ്ങനെയാന്ന്. സനക്കുട്ടിയുടെ ഹെൽമെറ്റ് ആട്ടാ ഇത്. ഹെൽമെറ്റ് വെച്ചത് നേരെയില്ല. ഓക്കെ, അപ്പൊ പാല് കുടിച്ചിട്ട് വന്നിട്ട് ഹെൽമെറ്റ് വെച്ചിട്ട് ടാറ്റ പോവാം. ഫാബി എടുത്തിട്ട് പോയെ. സർക്കയുടെ ഹെൽമെറ്റും അവള് തന്നെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കും കേട്ടാ. പാല് കുടിച്ചിട്ടോ, പാല് കുടിച്ചിട്ട് വെളിയിൽ പോവാം കേട്ടാ. ഓക്കെ, പാല് കുടിച്ചിട്ട് പോവാം. ഹെൽമെറ്റ് കൊണ്ടുവന്ന തന്നെ അറിയാം കേട്ടാ. അവിടെ ചെന്ന് ഹെൽമെറ്റ് ഒക്കെ എടുത്തോണ്ട് വരും. അവളുടെ അത് മാത്രമല്ല എടുക്കണത്, നിസാറിക്കാക്കും ഇതുപോലെ കൊണ്ടുവന്ന് വയ്ക്കും. അങ്ങനെയാണ് നമ്മുടെ സനക്കുട്ടി. പിന്നെ പലരും എൻ്റെ അടുത്ത് കുക്കിംഗ് വീഡിയോ ഇടുമ്പോഴേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്നൊക്കെ കുറേ പേര് പറയണുണ്ടേ. അതെന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയത്തില്ല നോട്ടിഫിക്കേഷൻ വരാത്തത്. ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്തില്ലയോ, ഓൾ എന്ന ഓപ്ഷൻ ഇത് ചെയ്തില്ലേ, നമുക്കറിയത്തില്ല. റീസെന്റ് ആയിട്ട് യൂട്യൂബിലൊക്കെ കുറെ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതെ, അപ്പം അത് എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പൊ റെസിപ്പിയൊക്കെ വേണമെങ്കിൽ സലു കിച്ചൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണ് വേണ്ടതെന്ന് സെർച്ച് ചെയ്താൽ അതിൽ കിട്ടുന്നതാണ്. ഇപ്പൊ കുറച്ച് ദിവസം ആയിട്ടുണ്ട്. പക്ഷെ വേറെ സലു, ഈ അടുത്ത റീസെന്റ് ഇപ്പൊ എന്താണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ട് പോണത്? ഇപ്പൊ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം നീ അറിഞ്ഞില്ലേ? വിവരമൊന്നും അറിഞ്ഞില്ലേ? മോട്ടിവേഷൻ സ്പീക്ക്. ഇപ്പൊ എല്ലാരും മോട്ടിവേഷൻ സ്പീക്കേഴ്സും ബാക്കി കാര്യങ്ങളാണ്. പക്ഷെ അവരുടെ ജീവിതത്തിലും ഒന്നും ഇല്ലാത്ത, ഇത് കുറ്റം പറയുന്നതല്ല, ശരീരമൊന്നും അറിഞ്ഞില്ല. ഈ ലോകത്തല്ലാന്ന് തോന്നുന്നു. രാവിലെ ഓഫീസിലേക്ക് പോകുന്നു. അതിനകത്ത് പത്രം വായിക്കണം. പത്രത്തിലല്ല, ഇത് സോഷ്യൽ മീഡിയയിലാണ്. ഈ പത്ര ഇതിലൊന്നും ഇല്ല. പക്ഷെ ഒരു ബ്ലോഗേഴ്സ് വലിയ മോട്ടിവേഷൻ നടത്തുന്ന 2 കപ്പിൾസ് ഉണ്ടായിരുന്നു. അവസാനം തമ്മിലടിയായി, പോലീസ് കേസായി. അപ്പൊ ഞാൻ പറയുവാണ്, നമുക്ക് ഉള്ളതേ പറയാവൂ, നമുക്ക് പറ്റുന്നതേ പറയാവൂ, അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ ഉള്ളതേ മറ്റുള്ളവർക്ക് കാണിച്ചു വെക്കാവൂ. അല്ലാതെ നമ്മൾ ചുമ്മാ വെളിയിൽ മറ്റേ പൗഡറൊക്കെ ഇട്ട് പൂശി ഉള്ളില് അടിയും പിടിയും. അല്ല, പലരും കാണിക്കണ എന്തെന്ന് വെച്ചാല് ഇപ്പൊ അവരുടെ വീട്ടിൽ അടിയും പിടിയൊക്കെ ആയിരിക്കും. പക്ഷെ അവര് പുറത്ത് ഇപ്പൊ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ആ ഒരു പ്ലസ് പോയിന്റ് മാത്രം കാണിക്കാണ്. പിന്നെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ 20 മിനിറ്റ്. പിന്നെ ഇതുപോലെ മോട്ടിവേഷൻ ചെയ്യുന്ന അനുഭവം, നമ്മളുടെ അനുഭവങ്ങൾ ആണ് നമ്മള് ചിലർക്ക് ഇൻസ്പയർഡ് ആവും, ചിലര് പറയും അതിനെയാണെന്ന് പറയും, ചിലര് അങ്ങനെ. അപ്പൊ അത് കേട്ടിട്ട് പലരും പറയാൻ ശ്രമിക്കുന്നെങ്കിലും അവരെ യഥാർത്ഥത്തില് മുഖം നമുക്ക് അറിയണമെങ്കിൽ അവരെ പിന്നാമ്പുറത്ത് പോകണം എന്ന് പറഞ്ഞ മാതിരി പലരും അറിയത്തില്ല. ഈ എത്ര മറച്ചു വെച്ചാലും ഒരു പ്രാവശ്യം പുറത്തു വരും യഥാർത്ഥ സ്വഭാവം. പട്ടിയെ നമ്മൾ എങ്ങനെയൊക്കെ വായൊക്കെ മൂടിക്കെട്ടി എങ്ങനെയൊക്കെ കൊണ്ടുപോയാലും എവിടെയെങ്കിലും കാണുമ്പോൾ കുറച്ചു പോകും. അതാണ് ബിഗ് ബോസില്. അതായത് 3 മാസം അവിടെ കൊണ്ടുവന്നിടുമ്പോ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരാൻ വേണ്ടിയാണ്. അതിന്റെ അകത്ത് ചിലപ്പോ അത് പണ്ട് ചിലപ്പോ ആയിരിക്കാം. ഇപ്പോഴൊക്കെ എന്തെന്നറിയോ, എല്ലാം നേരെ ട്രെയിൻ ചെയ്ത് ഇനി ഇതിന് അടുത്ത ക്ലാസ് കാണും കേട്ടാ. ബിഗ് ബോസിലേക്ക് ട്രെയിനിങ് കോഴ്സ് 3 മാസം. അല്ലെ, എന്ത് തന്നെ ആണെങ്കിലും നമ്മൾ നമ്മളായിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പൊ നല്ലത് നമ്മൾ ആരുടെന്നെങ്കിലും കാണുകയോ നമ്മൾ അത് കേൾക്കുകയോ ചെയ്താൽ അത് നമ്മൾക്ക് നല്ലതെന്ന് തോന്നും, നമുക്കത് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യാം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പണ്ടത്തെ കാലമൊന്നുമല്ല, ഇപ്പൊ എല്ലാം സോഷ്യൽ മീഡിയയിലെല്ലാം സ്റ്റോർഡാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ഇന്ന് പറയുന്നു, ഒരു 5 മാസം കഴിഞ്ഞിട്ട് മാറ്റി പറയാൻ നോക്കുമ്പോൾ അത് അതിന്റെ അകത്ത് കിടപ്പുണ്ട്. ചിലർ സെലിബ്രിറ്റീസ് ആകുമ്പോൾ അത് പൊക്കിക്കൊണ്ടുവരും, നമ്മളെ പോലുള്ള സാധാരണക്കാരാകുമ്പോൾ ചിലപ്പോൾ വരുന്നില്ല എന്നുണ്ടാവും. അപ്പൊ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുള്ള, നമ്മൾ എന്താന്നുള്ളത് സത്യങ്ങൾ പറയും, സത്യം മാത്രം പറയുക. അപ്പൊ അത് സത്യങ്ങൾ മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു സ്ഥലം വാങ്ങിച്ചു, ഞാൻ 5 ലക്ഷത്തിന് വാങ്ങിച്ചായിരിക്കും. ഞാൻ ഇച്ചിരി മതിപ്പ് വരട്ടെന്ന് വെച്ചാൽ ആൾക്കാർ പറയും 10 ലക്ഷം എന്ന് പറയും. വേറൊരാളെന്ന് നോക്കിയും പാവപ്പെട്ട എന്തെങ്കിലും പൈസ കടം ചോദിക്കാൻ വരുമ്പോൾ പറയും ഞാൻ ഇച്ചിരി കുറച്ചു. ഇങ്ങനെയൊക്കെ പല റേറ്റ് പറയുമ്പോൾ നമ്മൾ ഇന്നടത്ത് എന്ത് പറഞ്ഞു അറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ സത്യം തന്നെ വാങ്ങിച്ച 5 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇതുപോലെയാണ് ആൾക്കാരുടെ സ്വഭാവങ്ങളും മറ്റു കാര്യങ്ങളും. എല്ലായിടത്തും പല രീതിയിൽ പറയും. ഇപ്പൊ തന്നെ ഒരു ഇന്റർവ്യൂവിൽ കണ്ടില്ലേ, എന്നാ ഒരു കണ്ടസ്റ്റന്റ് പറഞ്ഞു, ഞാൻ എനിക്ക് കുക്ക് ചെയ്യാൻ അറിഞ്ഞേ അല്ല, എനിക്ക് അറിയാം, എല്ലാം കുക്ക് ചെയ്യാൻ അറിയാം,
പൊറോട്ട വരെ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു. അത് നിന്ന് പിന്നെ എന്താ പറയണ തകിടം മറിയണ ഒരു കണ്ടസ്റ്റന്റ്. ഇതുപോലെ എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. സോഷ്യൽ മീഡിയ വരുമ്പോ നമുക്ക് കാണാൻ സാധിക്കുന്ന വെച്ചാൽ എന്തെല്ലാം തരം മനുഷ്യരാണെന്നറിയാവോ ഉള്ളത് നമുക്ക് ചുറ്റും. ഏതൊക്കെ സ്വഭാവക്കാരാണ്. അപ്പൊ നമ്മള് ഇപ്പൊ വീഡിയോസ് തന്നെ ഇപ്പം എല്ലാ വീടുകളിലും വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും എല്ലാവരും ഉണ്ട്. പക്ഷെ എല്ലാം അങ്ങനെ അഡോപ്റ്റ് ചെയ്യേണ്ട. നമുക്ക് വേണ്ട നല്ല കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നെങ്കിൽ കാണുക, കേൾക്കുക, നല്ലതാണെന്ന് തോന്നിയാൽ അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നോക്കുക. അതൊക്കെ റെസിപ്പികളിൽ നമ്മളെ കുക്കിങ്ങിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. ആത്മാർത്ഥത നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് കാണിക്കുന്നത് അല്ലേ. മറ്റുള്ളവർ ചിലപ്പം ഇതൊരു പ്രസന്റേഷന് വേണ്ടി നമ്മൾ ചെയ്യും, പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആയി പോണത്. അപ്പൊ അതുപോലെ തന്നെ ജീവിതത്തിലും ഉണ്ട് പല കാര്യങ്ങളും. അപ്പൊ അതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ നല്ലതിനും ഉപയോഗിക്കാം, ചീത്ത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ പോലെ പല വിവരങ്ങളും കിട്ടും. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത എല്ലാ വിവരങ്ങളും കിട്ടും. പക്ഷെ അതിൽ നിന്ന് നമ്മളിപ്പോ സെർച്ച് ചെയ്യേണ്ട അത്യാവശ്യമാണ് അല്ലേ. അപ്പൊ ഇന്നലെ രാത്രി ഞാൻ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടാണ് അരച്ചു വെച്ചത്. മാവക്കഥ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇഡ്ഡലി നന്നാവണമെങ്കിൽ 1-2 ടിപ്സ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ പുതിയ ഉഴുന്ന് തന്നെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അപ്പം ഞാനത് അവിടെ കലക്കി വെച്ചു. അപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് ഞാനെന്താ നമ്മളുടെ സാമ്പാർ പരിപ്പുണ്ടല്ലോ, 1 കപ്പ് പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിന്നിപ്പം പ്രഷർ കുക്കറിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയാകുന്ന നേരം കൊണ്ട് മാവ് ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് കോരി ഒഴിച്ചിട്ടുണ്ട്. പലർക്കും ഇഡ്ഡലി ശരിയാവുന്നില്ല എന്നൊക്കെ പറയും. ഞാൻ ഇതിനു മുമ്പ് ഇഡ്ഡലിയുടെ റെസിപ്പിയൊക്കെ കാണിച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ ചിക്കൻ ഒന്ന് റെഡിയാക്കുകയാണേ. സൽമാന് ഓഫീസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണേ. അപ്പം എണ്ണയിൽ പെരിഞ്ചീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു വ്യത്യസ്ത രീതിയിലുള്ള ഒരു ഫ്രൈ ആണേ, അധികം ഓയിലൊന്നും ചേർക്കാത്ത ഫ്രൈ ആണ് നമ്മൾ ഇതിനായിട്ട് റെഡിയാക്കണത്. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ച് കൊടുത്തിട്ട് അതൊന്ന് പകുതി മൂപ്പാവുമ്പോഴേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ആദ്യമേ കറിവേപ്പില ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശരിക്കും എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ഉണ്ടാക്കുന്നതെന്നും ഇതുപോലെയൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തുമ്പോഴേക്ക് അതിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കാശ്മീരി ചില്ലിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഇത് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് ചേർക്കുമ്പോഴാണ് ഒരു ശരിക്കും ടേസ്റ്റ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇത് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നല്ലതുപോലെ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം തണുത്ത ശേഷമാണ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കിനിയിപ്പം ഇത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഈ ഒരു പണി മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇതിന് വരുന്നുള്ളൂ കേട്ടോ. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഇതിന് നമുക്ക് കിട്ടുന്നതേ. അപ്പോൾ നമ്മളുടെ പരിപ്പും ഇവിടെ വെന്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇഡ്ഡലിക്ക് നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് തക്കാളി ചട്നി, അതുപോലെ തന്നെ സാമ്പാർ, ചമ്മന്തി, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് അല്ലേ. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടം? സാമ്പാർ വെജിറ്റബിൾ ചേർത്തിട്ടുള്ളതാണോ ഇഷ്ടം, അതേ വെജിറ്റബിൾ ഒന്നും ഇടാത്ത സാമ്പാറാണോ ഇഷ്ടം? എന്തായാലും ഞാൻ ഇവിടെ കഷ്ണങ്ങളെല്ലാം കഴുകി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കത്തില്ല കേട്ടോ. വെണ്ടയ്ക്ക നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴുവഴുപ്പുണ്ടാവും. അപ്പം നമുക്കിതിലേക്ക് പച്ചമുളക്, ഞാനിവിടെ നമ്മളുടെ തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം തൊണ്ടൻ മുളകും പിന്നെ സവാളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇത് വേകാൻ പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് 2 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കും കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ കുക്കറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ ഇത് വേകുന്നത്. വെജിറ്റബിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. ഈ സമയം കൊണ്ട് ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളി ചൂടുവെള്ളത്തിൽ പിഴിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ഇഡ്ഡലി പരുവത്തിന് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂ പോലെയുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പം ഇനി റെസിപ്പി ഇനിയും വേണം എന്നുള്ളവർ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ റെസിപ്പിയൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ. അതായത് ഇഡ്ഡലി തട്ടിൽ നിന്ന് ഈസി ആയിട്ട് നമുക്കിത് ഇളകി കിട്ടുകയും ചെയ്യുവേ. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമ്മൾ ഈ തരിതരിപ്പായിട്ട് അരച്ചെടുത്ത മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഞാൻ ഫുള്ള് ചേർക്കുന്നില്ല. പാകത്തിന് ചേർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നിങ്ങൾ എത്ര ചിക്കൻ എടുക്കുന്നോ അതിനനുസരിച്ച് മസാലയിലേക്ക് ചേർത്താൽ മതി. ഇനി അധികം മസാല ഉണ്ടെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് അടുത്ത് ഇതുപോലെ ചിക്കനൊക്കെ റെഡിയാക്കുന്ന സമയത്ത് അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.
അപ്പോഴേക്ക് പിന്നെ നമുക്ക് ജോലിയും എളുപ്പമാവും ഇങ്ങനെ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കുറച്ച് മസാല വേണ്ടി വന്നുള്ളൂ. പിന്നെ ഞാൻ ഇനിയിപ്പോൾ സാമ്പാറിന് വേണ്ടിയിട്ട് പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഉലുവയും കടുകും ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വറ്റൽമുളകും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നമുക്കിതിലേക്ക് വെണ്ടയ്ക്കയും തക്കാളിയും ഞാൻ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ വെണ്ടയ്ക്ക ഈ വെജിറ്റബിൾ വേകുന്നതിൻ്റെ കൂട്ടത്തിൽ വെക്കാറേ ഇല്ല കേട്ടോ. എനിക്കെന്തോ അത് ഇഷ്ടമില്ല. കാരണം വെണ്ടയ്ക്ക അതിൽ പിന്നെ ഒരു മഴുവഴുപ്പായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴേക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത്. തക്കാളി ഇതുപോലെ ഈ ഒരു ടൈമിൽ ഞാൻ ഇട്ട് കൊടുക്കുകയുള്ളൂ. പിന്നെ ഞാനിവിടെ സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ എല്ലാം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാമ്പാർ പൊടി മസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ. സാമ്പാർ പൊടിയുടെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോഴത്തെ വെജിറ്റബിളും പൊടികളും എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ. തിളച്ച വെള്ളം തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. ഓൾറെഡി നമ്മൾ വെജിറ്റബിൾ വേകാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇതാ നമ്മളുടെ പരിപ്പ് ഇവിടെ വെന്തിട്ടുണ്ട്. പരിപ്പും വെജിറ്റബിളും എല്ലാം കൂടി റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിൻ്റെ ചെറിയ കുക്കറായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ വഴറ്റി വെച്ചിരിക്കുന്ന മസാലയും എല്ലാം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിപ്പോൾ കറക്റ്റാണ്. നിങ്ങൾക്ക് ഇനിയിപ്പം കുറച്ചുകൂടി ഒന്ന് ലൂസ് ആവണം എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ കേട്ടോ. അപ്പോൾ പുളിയും ഉപ്പും എല്ലാം കറക്റ്റ് തന്നെ നോക്കണം. അപ്പം എന്താ നല്ല സാമ്പാറിൻ്റെ മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇഡ്ഡലിക്ക് അടിപൊളി ഏതാണെന്ന് ചോദിച്ചാൽ സാമ്പാർ തന്നെ അല്ലേ. മസാല വഴറ്റിയ പാനിലേക്ക് തന്നെ ഞാൻ ഈ ചിക്കൻ്റെ കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതാ കണ്ടോ. നമുക്ക് ഇനിയിപ്പം ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് ഇളക്കി റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരുപാടൊന്നും ഓയിലൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് നല്ല ഒരു ഫ്രൈ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ കുറച്ച് ചിക്കനേ ഉള്ളൂവെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മൂടിയൊന്ന് മാറ്റിയിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഇളക്കി കൊടുക്കണം. അപ്പോൾ വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ആ ചിക്കനിൽ നിന്ന് തന്നെ ഊറി വന്ന ചാറാണ് കേട്ടോ ഇത്. അത് നമ്മൾ ഇതുപോലെ ഇളക്കി ആ ഒരു മൂടി വെക്കുന്ന ആവിയിലാണ് ഇത് വെന്ത് കിട്ടുന്നത് കേട്ടോ. അപ്പം എന്താ ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റിയിട്ട് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പം ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ പറയത്തേയില്ല ഇതിൽ എണ്ണ ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. ആകെ നമ്മൾ ആ മസാലയൊന്ന് വഴറ്റാൻ വേണ്ടി മാത്രമേ എണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം റെഡിയായ ശേഷം നമുക്കിതിലേക്ക് പകുതി നാരങ്ങയൊന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം കേട്ടോ. ശരിക്കും ഇത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നല്ല ഒന്ന് ഡ്രൈ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്കിത് ഡ്രൈ ആക്കി എടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. എന്തായാലും അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കഴിക്കേ നക്കാനല്ല കഴിക്കാനാ പറഞ്ഞ. എങ്ങനെ കഴിക്കണത്? ഗുഡ് ഗേൾ. അയ്യേ നക്കിയാണോ കഴിക്കുന്നത്? കടിച്ചു കഴിക്കേ. മിടുക്കി മിടുക്കി മിടുക്കി. പാപ്പ കഴിച്ചോളെ. അതാണ് ഈ ഞം 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 ഞം. അയ്യേ നാക്കിന്ന് കേട്. സനമോൾ എങ്ങനെ കഴിക്കുന്നതെന്ന് കാണിച്ചു കൊടുത്തേ. സനമോൾ എങ്ങനെ കഴിക്കുന്നത്? ഐസ്ക്രീമാണോ ഇത്? കഴിച്ചോ. ഗുഡ് ഗേൾ എങ്ങനെയാ കഴിക്കുന്നേ? സനക്കുട്ടി കഴിച്ചോണ്ടിരുന്ന ഇഡ്ഡലി അവിടെ വെച്ചു. ആ കണ്ടോ? സൂപ്പർന്ന്. സൂപ്പർ. അടിപൊളി. സൂപ്പർ. മിടുക്കി. കണ്ടോ? ഇച്ചിരി നല്ലതൊക്കെ അറിയാം. ഓ എന്താടാ? കൈയടിച്ച് സനക്കുട്ടി വലത് കൈയ്യണ്ടാണ് കഴിക്കുന്നത് കേട്ടാ. റൈറ്റ് ഹാൻഡ് വലത് കൈ. മുത്തേ
കഴിക്കേ. നമുക്ക് സാമ്പാർ വേണോ, ചിക്കൻ വേണോ, എന്ത് വേണം നമുക്ക്? ചിക്കൻ വേണോ, സാമ്പാർ വേണോ? ആ, എന്ത് വേണം? മമ്മ വേണോ? പാപ്പറ വയൽ വെച്ചാ മിടുക്കി. ഇങ്ങനെയാണ് നിസാറിക്കാന്റെ ഡ്യൂട്ടി വരുന്നത് കേട്ടാ. സനമോൾ ഇങ്ങനെ ഒരേ നിർബന്ധം പിടിക്കും. പിന്നെ നിസാറിക്ക എന്ത് ജോലി ഉണ്ടെങ്കിലും അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അവളുടെ കൂടെ വന്ന് നിന്ന് കളിക്കും കേട്ടാ. കാരണം മക്കളെയും ചെറുമക്കളെയും നോക്കുന്ന രീതികളിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഇതൊക്കെ കാണുമ്പോഴാണ് തെളിയുന്നത് കേട്ടാ. അങ്ങനെ സനമോള് ദേ അവിടെ നിന്ന് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഇതിലെ ഓടി നടക്കാനൊക്കെ. ഇതാ ഈ കാണുന്ന കേട്ടാ, ഈ അബിയു ഇവിടെയാണ് നമ്മളന്ന് നട്ടതേ. അപ്പൊ ഇതിനെ നട്ട ശേഷം അധികം വെള്ളം ഒഴിക്കേണ്ടിയൊന്നും വന്നിട്ടില്ല, മഴ കാരണമേ. അവളിതേ ഇവിടെയൊക്കെ വന്ന് നോക്കുവാണ്. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. റോഡിലൊക്കെ പട്ടി പോകുമ്പം അവള് കിടന്ന് ബോന്നൊക്കെ കാണിക്കും. നമ്മളുടെ ഗേറ്റ് അഴിയുള്ളതല്ലേ, ഇപ്പം അതെ അതിൻ്റെ ഇടയിൽ കൂടെ അവള് കൈയിടോന്ന് കരുതിയിട്ട് കൂടെ തന്നെ നമ്മളിങ്ങനെ അവളെയും കൊണ്ട് നിൽക്കും കേട്ടാ. അപ്പൊ അവളിങ്ങനെ കുറെ നേരം ഇവിടെയൊക്കെ കളിച്ചു കഴിഞ്ഞിട്ട് അവള് തന്നെ അകത്തേക്ക് കയറും കേട്ടോ. ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് റെഡിയാക്കണത്. മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഞാനൊരു 8 ചുവന്നുള്ളി ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒന്ന് വഴണ്ട് വരുമ്പോഴേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ വെളുത്തുള്ളി ഒരു 4 അല്ലിയാണ് ഞാൻ എടുത്തത്. ഇഞ്ചി വളരെ കുറച്ച് കേട്ടോ. ഇത്രയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഞാനിവിടെ വലിയ തക്കാളി ആയതുകൊണ്ട് തന്നെ പകുതി തക്കാളിയാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ. അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ആ തക്കാളിയും ഇതുമെല്ലാം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളുടെ ആ ഒരു മസാലയൊക്കെ വഴണ്ട് വരുന്നുണ്ട്. ഈ വഴണ്ട് വന്ന ശേഷമാണ് നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വളരെ കുറച്ച് തേങ്ങയാണ്, നമ്മളൊരു 1/4 കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നത്. തേങ്ങയുടെ അളവ് കൂടണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഒരു വെറൈറ്റി രീതിയിലാണ് നമ്മളിത് റെഡിയാക്കണതെന്ന്. എപ്പോഴും ഉണ്ടാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് തണുക്കാനായിട്ട് ഒന്ന് മാറ്റി വെച്ച ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പം എനിക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ പറയും. പക്ഷെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഇത് തണുത്ത ശേഷം അരച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിത് ഒന്ന് അരച്ചെടുക്കണം. എന്നിട്ട് ഈ മൺചട്ടിയിൽ തന്നെ നമുക്കിനിയിപ്പം ഇത് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് മീനും ഇറച്ചിയൊക്കെ വയ്ക്കുമ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കണതാണ് ഇഷ്ടം, അതേ കാസ്റ്റ് അയണിൽ ഉണ്ടാക്കണതാണ്, അതേ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കണതാണ് ഇഷ്ടം? അപ്പം ഞാനിതൊന്ന് കറക്കിയ ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. പിന്നെ അരച്ചെടുക്കുമ്പം മഷി പോലെ അരച്ചെടുക്കണ്ട കേട്ടോ. മഷി പോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതേ മൺചട്ടി ഞാൻ ഒന്ന് കഴുകിയെടുത്ത ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി അതുപോലെ ഇട്ട് കൊടുക്കും. പിന്നെ ഞാനൊരു 7-8 ചുവന്നുള്ളി വീണ്ടും എടുത്തിട്ടുണ്ട്. അതൊന്ന് സ്ലൈസ് ചെയ്ത ശേഷം നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. കൊച്ചുള്ളി തന്നെ എടുക്കണേ, എങ്കിലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് ഒരു 3 പച്ചമുളകും കൂടി ചേർത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ 2 ടേബിൾ സ്പൂണും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനുള്ളത്. അപ്പം നമ്മളുടെ ഈ പൊടിയും മസാലയും എല്ലാം ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ പൊടിയൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 2-3 കൊടംപുളി ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കണത് വേറെ രീതിയിലല്ലോ. ഓരോ പ്രാവശ്യം നമ്മൾ ഈ പറഞ്ഞ ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാനായിരിക്കും ചിലർക്ക് ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനെ വെറൈറ്റി ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറിൽ തന്നെയാണ് 1 ജാർ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളം ഒഴിക്കുമ്പോൾ കൂടിപ്പോയിരിക്കും പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് കട്ടി തോന്നിയുകൊണ്ട് വീണ്ടും ഞാൻ 1 ജാറ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് കുറവ് തോന്നിയേ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പ്, പുളി, എരിവ് ഇതൊക്കെ പാകത്തിനുണ്ടെങ്കിൽ മാത്രമേ അവർക്ക്
ആ ഒരു കറി എന്നല്ല, ഏതൊരു കറിയും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം ഇതിലൊക്കെ കാര്യമുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് തിളയ്ക്കാനായിട്ട് ഞാൻ മൂടി വെച്ച് കൊടുക്കുകയാണ്. അപ്പം തിള നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇതാ കണ്ട, അരപ്പൊക്കെ നല്ലതുപോലെ എല്ലാം ഒരു വെറൈറ്റി ടൈപ്പിലല്ലേ നമ്മളിത് റെഡിയാക്കി എടുത്തത്. അപ്പം ഞാൻ ഇതാ ഇവിടെ നെയ്മീനാണ് എടുത്തിരിക്കുന്നത്. ഏത് മീനിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാൻ കേട്ടോ. പിന്നെ നെയ്മീൻ, ആവോലി, ഇങ്ങനെയൊക്കെയുള്ള മീനിൽ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ആ മീനിട്ട ശേഷം പിന്നെ നമ്മൾ സ്ലൈസ് ചെയ്ത തക്കാളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടി ഇതിനൊപ്പം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് മൂടി വെച്ച് കൊടുക്കാം. അപ്പം നെയ്മീനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി തുറന്ന ശേഷം ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതാ കണ്ട, ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, എന്തിനും പുട്ടിൻ്റെ കൂടെ വരെ കഴിക്കാൻ അടിപൊളിയാണ്. എത്ര പേർക്ക് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഇത് പലഹാരത്തിൻ്റെ കൂടെയൊക്കെ മീൻകറി കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെന്ന് പറയട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ മൂടി വെച്ച് കൊടുക്കുകയാണ്. ഒരു 2 മിനിറ്റും കൂടി ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. അതിന് ശേഷം അടപ്പൊന്ന് മാറ്റിയ ശേഷം ലാസ്റ്റ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. അതും കൂടി ഇടുമ്പോൾ ഉണ്ടല്ലോ കിട്ടില്ല, ടേസ്റ്റാണ്. എന്തൊരു മണമാണെന്നറിയാമോ ഈ ഒരു കറിക്ക്. നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നമുക്ക് ഇടികല്ലിലേക്ക് ഒരു 8-10 ചെറിയ ചുവന്നുള്ളിയില്ലേ, അതും ഒരു ചെറിയ പീസ് ഇഞ്ചിയും, ഒരു 4 അല്ലി വെളുത്തുള്ളിയും, പിന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ക്യൂമിൻ സീഡ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ചതച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് നമുക്കിനി 2 ടീസ്പൂണ് കുരുമുളക് ഉണ്ടല്ലോ, മുഴുവനെയുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. അത് നമ്മളൊന്ന് ചതച്ചാണ് എടുക്കാനുള്ളത്. പൊടി ഉപയോഗിക്കുന്നതിലും നല്ലത് ഇതുപോലെ കുരുമുളക് ചതച്ചിട്ടെടുക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഇതെല്ലാം ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയെന്ന് ചൂടാകുമ്പോഴേക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കുറച്ച് ഉലുവയും കൂടി ഇട്ട് വറ്റൽമുളകും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൊച്ചുള്ളിയൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കണം. ഒരുപാട് അങ്ങ് മൂത്ത് വേണ്ട ആവശ്യമില്ല, മൂത്ത് കരിഞ്ഞൊന്നും പോരുത് കേട്ടോ, എങ്കിൽ പിന്നെ അതിൻ്റെ ടെക്സ്ചർ തന്നെ മാറിപ്പോവും. അതൊന്ന് റെഡിയാകുന്ന ടൈമിൽ ഞാൻ ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഒരുപാട് തക്കാളിയുടെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു കറിക്ക് നമുക്ക് ഇത്രയും മാത്രം തക്കാളി മതിയാവും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് തക്കാളി കട്ട് ചെയ്തെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കറി ഉണ്ടെങ്കിൽ പിന്നെ മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ തക്കാളി വേകാനായിട്ട് നിൽക്കുകയൊന്നും വേണ്ട കേട്ടോ. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി. മുഴുവനെയുള്ള കായമാണെങ്കിൽ അതൊന്ന് വറുത്തിട്ട് പൊടിച്ച് ഇട്ട് കൊടുത്താലും മതി. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികൾ നമ്മൾ ഇതുപോലെ ചേർത്തിട്ട് ഒരുപാട് നേരം ഒന്നും ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഇനിയിപ്പം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ, ആ പുളിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ശരിക്കും ഇതുണ്ടാക്കുമ്പോൾ ഇപ്പം ഞാൻ സുൽത്താനെ ഓർക്കും കേട്ടോ. സുൽത്താൻ ഇഷ്ടമുള്ളതാണ് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങളൊക്കെ രസം ഈ രീതിയിൽ തന്നെയാണോ ഉണ്ടാക്കുന്നത്? അതുപോലെ തന്നെ രസം വെക്കുമ്പോഴേക്കും നമ്മൾ രസം തിളയ്ക്കാൻ പാടില്ല എന്ന് പറയും കേട്ടോ. ഇങ്ങനെ ബബ്ള് പോലെ തിളയ്ക്കാൻ പാടില്ല. നമ്മൾ ഇതിലേക്ക് അത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തേക്കണേ. എന്നിട്ട് നമ്മൾ സ്ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടായി വരത്തേ ഉള്ളൂ. അപ്പം നിങ്ങൾ രസം തിളപ്പിക്കാറുണ്ടോ? അങ്ങനെ ഇതുപോലെ രസം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന എത്ര പേരുണ്ടെന്ന് പറയണം കേട്ടോ. ചിലർ രസത്തിൻ്റെ അകത്ത് പരിപ്പ് ഉപയോഗിച്ചിട്ടും രസം തയ്യാറാക്കാറുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇളക്കി എടുക്കുമ്പോഴാണ് ആ രസത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഉള്ളത്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. ഇത് സിമ്പിളായിട്ടുള്ള രസമാണ് നമ്മളിപ്പം ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ഈ പറഞ്ഞ മാതിരി കുറേ നാളായി കേട്ടോ രസം ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ രസം വയ്ക്കാമെന്ന് കരുതി. അങ്ങനെ രസം റെഡിയായപ്പോൾ അത് മാറ്റി വെച്ചോ. ഈ കാണിച്ച റെസിപ്പികളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്നൊന്ന് പറയണം കേട്ടോ. അപ്പം ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.